ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. നോട്ട് യുവർ കീസ്, നോട്ട് യുവർ മണി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും വേറൊന്നുമല്ല, നമ്മളുടെ കീ നമ്മൾ തന്നെ സൂക്ഷിക്കണം. നേരത്തെ മോഡ്യൂളിൽ പറഞ്ഞതുപോലെ ക്രിപ്റ്റോയുടെ പ്രധാന വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളുടെ മണി ഓൺ ചെയ്യുന്നു. ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല എന്നതാണ്. അതായത് രാജ്യത്തിൻ്റെ എവിടെ പോയാലും ഒരു ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വാലറ്റ്. അവിടെ നിന്ന് നമ്മുടെ ക്രിപ്റ്റോ ഫണ്ട് എടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ പ്രധാന പ്രൊപ്പോസിഷൻ. അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, വേറെ ഒരു സ്ഥലത്തും നമ്മുടെ ഫണ്ട് നമ്മൾ ലോക്ക് ചെയ്തിടരുത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എവിടെയാണ് ഞാൻ എൻ്റെ ഫണ്ട് കൊടുക്കുക എന്ന്. എന്നാൽ ബിനാൻസ് പോലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ വാലറ്റിൽ നമ്മൾ വെക്കുമ്പോൾ ആക്ച്വലി നമ്മളല്ല ആ ഫണ്ട് ഓൺ ചെയ്യുന്നത്. ഈ ഫണ്ട് അവരുടെ വാലറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്രിപ്റ്റോ സ്റ്റോക്ക് പോലെ റെഗുലേറ്റ് ചെയ്യാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഹൈലി റിസ്കി. ബിനാൻസിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം, നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. പിന്നെ ഇതൊരു ബോർഡർലെസ് സിസ്റ്റം ആയതുകൊണ്ട് ഇതിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് മാറും. അപ്പോൾ ലോങ് ടേം ഹോൾഡ് ചെയ്യുമ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ വെക്കരുത്. കാരണം വി ആർ എൻട്രസ്റ്റിംഗ് ദം. നമ്മൾ അവരെ വിശ്വസിച്ച് അവരുടെ വാലറ്റിലാണ് ഇടുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ദേ ക്യാൻ ഫ്രീസ് യുവർ അക്കൗണ്ട്. അതല്ലെങ്കിൽ വാസിറക്സിന് സംഭവിച്ച പോലെ എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് കോംപ്രമൈസ് ചെയ്താലും നിങ്ങളുടെ ഫണ്ട് പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കീ മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കാനുള്ള ഒരു സാധ്യത. മറ്റൊന്നാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. ചില തേർഡ് പാർട്ടി ആപ്പുകളിൽ നമ്മൾ കൊണ്ട് സ്റ്റേക്ക് ചെയ്യുമ്പോൾ, അതായത് ട്രസ്റ്റഡ് അല്ലാത്ത ആപ്പുകളിൽ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഹൈ റിട്ടേൺസ് ഒക്കെ കണ്ട് നമ്മുടെ കോയിൻസ് ചിലപ്പോൾ പെർ ഡേ 5%, 10% ഓഫറൊക്കെ വെച്ച് വരുന്ന ആപ്പുകളിൽ കൊണ്ട് സ്റ്റേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ക്രിപ്റ്റോ അവരെടുത്ത് ലോക്ക് ചെയ്യും. എന്നിട്ട് കുറച്ച് നാൾ എന്തെങ്കിലുമൊക്കെ ഡിവിഡൻഡ് തന്നിട്ട് ചിലപ്പോൾ ആ കിട്ടിയ ഫണ്ടും കൊണ്ട് അവർ പോകും. സോ നെവർ ഷെയർ യുവർ കീ. അതായത് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും സേഫ്. മൂന്നാമത്തെ രീതിയാണ് സ്കാമി എയർ ഡ്രോപ്പ്. ചിലപ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് അവർ ചില പുതിയ കോയിൻസ് ഇട്ട് തരും. എന്നിട്ട് അത് വിൽക്കാൻ കൊടുക്കുമ്പോൾ പറയും യു ഹാവ് ടു ഓതറൈസ് എന്ന് പറയും. ശരിക്കും ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓതറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സീഡ് ഫ്രേസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കീ ഉപയോഗിച്ചിട്ട് യു ആർ ഗിവിങ് സം അപ്രൂവൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ എയർ ഡ്രോപ്പ് സ്വാപ്പ് ചെയ്യുന്നതിനുള്ള അപ്രൂവലാണ് കൊടുത്തതെന്ന്. പക്ഷേ അടിയിൽ കൂടെ അവർ നിങ്ങളുടെ ഓതൻറ്റിക്കേഷനാണ് എടുക്കുന്നത്. മേ ബി നിങ്ങളുടെ വാലറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പ് ഒന്നും ചാടി കയറി ക്ലെയിം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഡു യുവർ റിസർച്ച്, എൻഷുവർ ദാറ്റ്സ് എ ജെനുവിൻ എയർ ഡ്രോപ്പ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പ് ഒന്നും ചാടി കയറി എടുത്ത് കാശുകാരനാവാം എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ നന്നാക്കാനൊന്നും ആരും ഇരിക്കണില്ല. ഓക്കെ, ആ ഒരു ബോധം മനസ്സിൽ വെച്ച് വൃത്തിയായി റിസർച്ച് ചെയ്ത ശേഷം മാത്രം ഓതൻറ്റിക്കേഷനോ പെർമിഷനോ എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യും. പിന്നെ ഇൻ ഷോർട്ട്, നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ തന്നെ ഫണ്ട് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്, എസ്പെഷ്യലി ലോങ് ടേമിലേക്ക്. അതാണ് ഈ നോട്ട് യുവർ കീസ്, നോട്ട് യുവർ മണി എന്ന് പറയുന്നതിൻ്റെ ആകത്തുക. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഏതെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഉടനെ ആ ആപ്ലിക്കേഷൻ്റെ കസ്റ്റമർ സപ്പോർട്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ വരും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഈ കോയിൻ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും വെബ്സൈറ്റിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ സീഡ് ഫ്രേസ് ചോദിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മണം അടിച്ചാൽ ഡെഫിനറ്റ്ലി സ്റ്റേ അവേ. നിങ്ങളുടെ സീഡ് ഫ്രേസോ നിങ്ങളുടെ കീയോ എവിടെയും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് പോകുമെന്നുള്ളത് ഉറപ്പ്. നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ, ഒരു ലോങ് ടേം വിഷനിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.